കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റായി അഡ്വക്കേറ്റ് ശ്രീജിത്ത് വി നായരെ തെരഞ്ഞെടുത്തു. തിരുവനന്തപുരത്ത് നടന്ന അസോസിയേഷന്റെ 75ാമത് വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് പുതിയ ഭരണസമിതിയെ പ്രഖ്യാപിച്ചത്. നിലവിലെ സെക്രട്ടറി വിനോദ് എസ് കുമാറും ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരിയും അതേ സ്ഥാനങ്ങളിൽ തുടരും. കേരളത്തിലെ ക്രിക്കറ്റ് മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ഒരു വർഷത്തെ സമഗ്ര വികസന കർമ്മ പദ്ധതിയും പ്രഖ്യാപിച്ചു. അക്ഷയ കൃഷ്ണാനന്ദന്റെ വിശദാംശങ്ങൾ നൽകാനായി. അക്ഷയ, അസോസിയേഷനിലെ പുതിയ മാറ്റങ്ങൾ എങ്ങനെയാണ്? ജീന, തിരുവനന്തപുരത്ത് നടന്ന അസോസിയേഷന്റെ 75ാമത് വാർഷിക ജനറൽ ബോഡി യോഗത്തിലാണ് പുതിയ ഭരണസമിതിയെ പ്രഖ്യാപിച്ചത്. KCAയുടെ മുൻ ട്രഷററായും സെക്രട്ടറിയായും പ്രവർത്തിച്ചു പരിചയമുള്ള ശ്രീജിത്ത് വി നായരാണ് പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതോടൊപ്പം അപെക്സ് കൗൺസിൽ അംഗമായിരുന്ന സതീശനാണ് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. നിലവിലെ സെക്രട്ടറിയായ വിനോദ് എസ് കുമാറും ജോയിന്റ് സെക്രട്ടറിയായ ബിനീഷ് കോടിയേരും തൽസ്ഥാനങ്ങൾ തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. പാലക്കാട് ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ സെക്രട്ടറിയായി ടി അജിത് കുമാറാണ് പുതിയ ട്രഷററായി നിയമിച്ചിരിക്കുന്നത്. ഒരു വർഷത്തെ സമഗ്ര കർമ്മ പദ്ധതി ജനറൽ ബോഡി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ 14 ജില്ലകളിലും ക്രിക്കറ്റ് ഗ്രൗണ്ടുകളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും KCA നിർമ്മിക്കും. കേരള വനിതാ പ്രീമിയർ ലീഗ് ഉടൻ ആരംഭിക്കും. നിലവിലുള്ള ഹൈപ്പർ സെന്ററിനെ കൂടുതൽ ശക്തിപ്പെടുത്താനും ഇന്ന് നടന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്.